നമസ്കാരം. ന്യൂസ് ബസ് നേരെ പോകുന്നു ദില്ലിയിലേക്ക്. ജന്തർ മന്ദറിൽ സംഘർഷത്തിനായവില്ല. CJP സ്ഥാപകൻ അഭിജിത്ത് ദീപ്കയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമം. അഭിജിത്ത് പ്രസംഗിക്കുന്നതിനിടെയാണ് ഒരു യുവതി അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് മഷി കുടഞ്ഞത്. ജയ് ശ്രീറാം വിളിച്ച് മഷി കുടയുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ദൃശ്യം കാണാം. നിരാഹാര സമരത്തിനിടെ പോലീസ് അറസ്റ്റ് ചെയ്ത സോനം വാങ്ചുക്കിനെ ഉടൻ ഡിസ്ചാർജ് ചെയ്യണമെന്ന ആവശ്യവുമായി ഭാര്യ ഗീതാഞ്ജലി അഗ്മോ രംഗത്തെത്തി. സഫ്ദർജംഗ് ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ടിന് ഗീതാഞ്ജലി കത്ത് നൽകി. വാങ്ചുക്കിനെ സ്വന്തം താൽപര്യപ്രകാരമുള്ള മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റണമെന്നും കുടുംബത്തിന്റെ അനുവാദം കൂടാതെ വാങ്ചുക്കിന് മരുന്നോ ഭക്ഷണമോ നൽകരുതെന്നും ഭാര്യ ഗീതാഞ്ജലി അഗ്മോ വ്യക്തമാക്കി. ജന്തർ മന്ദറിൽ നിന്ന് ആദിൽ പാലോടും നോബിൾ മാരിക്കാരനുമാണ് ചേരുന്നത്. ആദ്യം സമരവേദിയിലേക്ക് പോകുന്നു, ആദിലേക്ക് പോകുന്നു. ആദിൽ, ഇപ്പോഴും അവിടെ പലതരത്തിലുള്ള തടസ്സങ്ങൾ CJPയുടെ സമരത്തിന് നേരെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ദൃശ്യങ്ങളടക്കം. അതായത് അഭിജിത്ത് ദീപ്കയ്ക്കെതിരെ ഒരു സ്ത്രീ മഷി കുടയുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടെത്തുന്ന ഇത്തരക്കാരെ എത്ര കാലമായി നമ്മൾ കാണുന്നു. CJP അവരുടെ ആവശ്യം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ, അവർ ഡൽഹിയിൽ സമരം തുടരുന്ന ഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള കൂട്ടർ ഈ സമരത്തിനെതിരെ ഉണ്ടായിരുന്നു. അവരുടെ ആവശ്യം എന്താണ്? അതാണ് നമുക്ക് അറിയേണ്ടത്. മറ്റൊന്ന്, ഇന്ന് 7:30 മുതൽ തന്നെ ഏറെ കലുഷിതമായ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. നാടകീയ രംഗങ്ങളാണ് നമ്മൾ അവിടെ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശുപത്രിയിലെ വിവരങ്ങളടക്കം നമുക്കറിയണം. അതിലേക്ക് നോബിളിലേക്ക് നമുക്ക് എത്താം. പക്ഷേ ആദിൽ പറയൂ, ഇപ്പോൾ സമരവേദിയിൽ നടക്കുന്നത് എന്താണ്? ഈ ഭീഷണി ഉയർത്തുന്നവർ ആരാണ് ആദിൽ? RSSന്റെ ഗുണ്ടകളാണ് എന്ന് അഭിജിത്ത് ദീപ്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ആരോപിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപ് 1 മണി കഴിഞ്ഞപ്പോഴായിരുന്നു അഭിജിത്ത് ദീപ്കെ നിരാഹാര സമരം ഏറ്റെടുത്ത് വേദിയിൽ സംസാരിക്കുമ്പോൾ അടുത്തു നിന്ന് ഒരു യുവതി കയ്യിൽ കരുതിയ മഷിക്കുപ്പി കൊണ്ട് മഷി മുഖത്തേക്ക് ഒഴുക്കിയായിരുന്നു. മുഖത്താകെ അഭിജിത്ത് ദീപ്കയുടെ മുഖത്ത് മഷി പുരണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം തന്നെ നേരത്തെ ജയ്പൂരിൽ വെച്ച് സമാനമായി മുഖത്ത് RSS പ്രവർത്തകർ അടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. RSSന്റെ നേതാവ് ഗോഡ്സെയാണെന്നും അതേസമയം CJPയും മറ്റ് ഇടത് സംഘടനകളും പ്രതിനിധാനം ചെയ്യുന്നത് അംബേദ്കറെയും ഒപ്പം ഗാന്ധിജിയുമാണ് എന്നുകൂടി അഭിജിത്ത് ദീപ്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. രാവിലെ മുതൽ അതിനാടകീയമായ സംഭവ വികാസങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ചത്. 21ാം ദിവസമായിരുന്നു സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം. ഇന്ന് രാവിലെ 7:15 ഡോക്ടർ സംഘം ഇവിടേക്ക് എത്തുന്നു. ജന്തർ മന്ദറിലേക്ക് എത്തി പരിശോധനയ്ക്ക് വന്നത് എന്നാണ് അറിയിച്ചത്. അവരെ CJP പ്രവർത്തകർ തടഞ്ഞതിന് പിന്നാലെ 15-ലധികം മഫ്തിയിലുണ്ടായിരുന്ന യൂണിഫോമിലല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർ ഇരച്ച് സമരവേദിയിലേക്ക് കയറുകയും ദൃശ്യങ്ങൾ പകർത്താതിരിക്കാൻ വെള്ള കർട്ടൻ കൊണ്ട് പിടിക്കുകയും പിന്നീട് അതിവേഗം ആംബുലൻസിൽ കയറ്റി അടുത്തുള്ള സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു. അതിഗുരുതരാവസ്ഥയിലായിരുന്നു സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം എത്തി നിന്നിരുന്നത്. ആ സമയം തന്നെ അഭിജിത്ത് ദീപ്കെ കരുതൽ തടങ്കലിലായിരുന്നു എന്നതും പ്രത്യേകം എടുത്തു പറയണം. കൃത്യമായ പദ്ധതിയായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ അഭിജിത്ത് ദീപ്കയും ഒരു സംഘം നേതാക്കളും നിരാഹാര സമരം ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഇവിടെ SFIയുടെ സമരം നമ്മൾ കാണുന്നുണ്ട്. SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ ആദർശം സജി നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. ബൃന്ദാകാരട്ടടക്കം പ്രതിപക്ഷ നേതാക്കൾ ബിനോയ് വിശ്വവും നമുക്ക് അകത്തേക്ക് വന്നാൽ SFIയുടെ ഒരു ഭാഗമാണ്. SFI നേതാക്കൾ സമരമിരിക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണുന്നത്. ആദർശം സജി നിരാഹാര സമരം തുടങ്ങിയിരിക്കുന്നു. എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ഈ ഇപ്പോൾ നടന്നിട്ടുള്ളതൊക്കെ ഒരു മനുഷ്യാവകാശ ലംഘനമാണ് സോനം വാങ്ചുക്കിന്റെ കാര്യത്തിലെന്ന് തോന്നുന്നു. ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് ആദ്യഘട്ടം മുതൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണ് ഏത് നിലയിലാണ് ഒരു രാജ്യം കണ്ട ഒരു സയന്റിസ്റ്റിനെ, ഒരു ആക്ടിവിസ്റ്റിനെ ഇവർ ഇവിടുന്ന് എടുത്തു മാറ്റിയതെന്നുള്ളത്. ഒരു തികഞ്ഞ മനുഷ്യത്വ രാഹിത്യത്തോടു കൂടിയാണ് അത് ചെയ്തിരിക്കുന്നത്. സോനം വാങ്ചുക്കിനെ മാറ്റിയത് കൊണ്ട് മാത്രം ഈ സമരം മാറാൻ വേണ്ടി പോവില്ല. സോനം വാങ്ചുക്ക് ഹോസ്പിറ്റലിൽ അദ്ദേഹത്തിന്റെ നിരാഹാര സമരം തുടരുകയാണെന്ന് എന്ന് തന്നെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പൊ രാജ്യത്താകമാനം തന്നെ SFI തീരുമാനിച്ചിരിക്കുന്നത് രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ക്രാന്തി കോർണർ സ്ഥാപിച്ച് അനിശ്ചിതകാല ധർണകളും നിരാഹാര സമരങ്ങളും ആരംഭിക്കുക എന്ന നിലയിലാണ് ശക്തമായി ഈ സമരത്തെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും.
എന്തായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ് SFIയുടെ ഭാഗത്തു നിന്നുള്ളത്. SFI അടക്കമുള്ള മറ്റ് സംഘടനകളും ഇവിടെ IC അടക്കമുള്ള സംഘടനകൾ നിരാഹാര സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജന്തർ മന്ദിറിലെ സമരത്തെ പൊളിക്കാനാണ് ദില്ലി പോലീസ് ശ്രമിക്കുന്നത് എന്നതാണ് CJPയുടെ ആരോപണം. അങ്ങനെ പൊളിക്കാൻ ശ്രമിച്ചാൽ ആയിരക്കണക്കിന് ജന്തർ മന്ദിറുകൾ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ ആരംഭിക്കും യുവാക്കൾ എന്നുകൂടി CJP നേതാക്കൾ പറഞ്ഞു വെക്കുന്നു. ഇപ്പോൾ SFIയുടെ പ്രതിഷേധം ഒരു വശത്ത് നമ്മൾ കാണുന്നു, ഒരു വശത്ത് അഭിജിത് ദീപ്കെ അടക്കമുള്ള പ്രധാനപ്പെട്ട CJP നേതാക്കൾ നിരാഹാര സമരം ഏറ്റെടുത്തിരിക്കുന്നു. സോനം വാങ്ചുക്കിനെ ഡിസ്ചാർജ് ചെയ്യും വരെ SFIയും നിരാഹാര സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സംഘർഷഭരിതമായ ഒരു പകലാണ് ഇപ്പോൾ ജന്തർ മന്ദിറിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സമരം തുടരും എന്ന ആഹ്വാനമുണ്ട്. കൂടുതൽ അനുയായികൾ ജന്തർ മന്ദിറിലേക്ക് എത്തണമെന്ന് അഭിജിത് ദീപ്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണാൻ കഴിയും, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 100-ൽ താഴെ പ്രവർത്തകർ മാത്രമാണ്, അനുയായികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴിതാ 100 കണക്കിന് 1000-ത്തിലപ്പുറത്തേക്ക് യുവാക്കൾ, ചെറുപ്പക്കാർ ഇവിടേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. റോഷ്നി, അതിൽ വിദ്യാർത്ഥികളുടെ ഭാവിക്കായി നടത്തിവരുന്ന ഒരു സമരം, കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ദിവസങ്ങളോളം തുടരുന്ന ഒരു സമരത്തിനാണ് സോനം വാങ്ചുക്കിനെ പോലുള്ള ഒരു ആക്ടിവിസ്റ്റിന്റെ പിന്തുണയിൽ അദ്ദേഹം സ്വയം തീരുമാനിക്കുന്നത് നിരാഹാരം കടക്കാമെന്ന്. അദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിക്കണം എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. പക്ഷേ ഒരു കൂട്ടം പോലീസുകാർ എത്തി അദ്ദേഹത്തെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു നിലപാടുണ്ടോ, എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുന്നുണ്ടോ? ഇത്രയും വലിയ പിഴവുകൾ സംഭവിച്ചിട്ടും ആ പിഴവുകളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജന്തർ മന്ദിറിൽ ഈ CJP എന്ന പാർട്ടിയും ഈ സോനം വാങ്ചുക്കുമൊക്കെ സമരം നടത്തിയത്. ഇത്ര ദിവസമായിട്ടും പ്രധാനമന്ത്രി വാ തുറന്നൊരു അക്ഷരം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇവരെന്താണ് ഈ നാട്ടിലെ വിദ്യാർത്ഥികളെ കുറിച്ചും യുവാക്കളെ കുറിച്ചും കരുതി വെക്കുന്നത്? നീറ്റ് പരീക്ഷയിൽ പ്രശ്നമുണ്ട് എന്ന് കാണിച്ചാണ്, അതിൽ ആരോപണം ഉന്നയിച്ചാണ് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം തുടങ്ങിയത് CJP. അതിനു പിന്നാലെ സോനം വാങ്ചുക്ക് ഇതേ ആവശ്യമൊപ്പം ലഡാക്കിന്റെ സംസ്ഥാന പദവി കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് നിരാഹാര സമരം ഏറ്റെടുക്കുകയായിരുന്നു. 20 ദിവസം സമരം നടത്തിയിട്ടും അതിലൊന്നും ഒരു പ്രതികരണം BJPയുടെ ഭാഗത്തു നിന്നോ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ദില്ലി ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് ഒരു നിർദ്ദേശം വന്നിരുന്നു, ഒരു ഹർജി വന്നിരുന്നു. ആ ഹർജിയിലാണ് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നും സോനം വാങ്ചുക്കിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണമെന്നുമുള്ള നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ 7:15 സർക്കാർ ഡോക്ടർമാർ ഒരു സംഘം ഇവിടേക്ക് എത്തുന്നത്. അതുവരെ ഇവർക്ക് ഒരു തരത്തിലുമുള്ള പ്രതികരണം, ഈ സമരത്തോട് ഒരു പരിഗണന ഇല്ലായിരുന്നു എന്നാണ്. അപ്പോഴും ഈ NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് നടത്തുന്ന സമരത്തോട് ഇതുവരെ BJP ഒന്നും പ്രതികരിച്ചില്ല. ഇടക്കാലത്ത് ധർമ്മേന്ദ്ര പ്രധാന്റെ തന്നെ പ്രതികരണം ഭീകരവാദികളുടെ ഒരു സംഘമാണ്, B ടീമാണ് CJPകൾ, പാറ്റ പാർട്ടി എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ കാണുന്നത് അങ്ങനെയല്ല. യുവാക്കളാകെ രോഷത്തിലാണ്. പ്രത്യേകിച്ച് സോനം വാങ്ചുക്കിനെ എതിരെയുള്ള നടപടി, സോനം വാങ്ചുക്കിനെ ബലമായി ഇവിടെ നിന്ന് കൊണ്ടുപോയ നടപടിയിലൊക്കെ യുവാക്കൾക്ക് രോഷമുണ്ട്, ഇടത് പാർട്ടികൾക്ക് രോഷമുണ്ട്. CJPയുടെ പാറ്റ പാർട്ടിയുടെ അനുയായികളൊക്കെ ജന്തർ മന്ദിറിലേക്ക് ഒഴുകിയെത്തുന്നതാണ് ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന കാഴ്ച. റോഷ്നി, ഭരണസിര കേന്ദ്രത്തിൽ നടക്കുന്ന ഈ സമരത്തെ കേന്ദ്ര സർക്കാരിന് എങ്ങനെയാണ് അവഗണിക്കാൻ കഴിയുക എന്നുള്ളതാണ് യുവാക്കളടക്കം അവിടെ അണിനിരന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം.